ബ്രഹ്മാംബോധിസമുദ്ഭവം കലിമലപ്രധ്വംസിനം ചാവ്യയം ശ്രീമത്ശംഭുമുഖേന്ദുസുന്ദരവരേ സംശോഭിതം സർവദാ സംസാരാമയഭേഷജം സുമധുരം ശ്രീജാനകീ ജീവനം ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. ദിവി ഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭുഃ യോ വിഭാത്യവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. ഞാൻ ചൊല്ലിത്തരാം, ഓരോ വരിയായി നിങ്ങൾ എല്ലാവരും ഏറ്റുചൊല്ലൂ. ദിവി ഭൂമൗ തഥാകാശേ ദിവി ഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭുഃ ബഹിരന്തശ്ച മേ വിഭുഃ യോ വിഭാത്യവഭാസാത്മാ യോ വിഭാത്യവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. 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 തസ്മൈ ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഈശ്വരനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അകത്തും പുറത്തും, ആകാശത്തിലും ഭൂമിയിലും സ്വർഗത്തിലും എല്ലായിടത്തും എങ്ങും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെയാണ് നാം ദൈവം, ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അപ്പം എവിടെ നിങ്ങൾ ഈശ്വര ശബ്ദം ഉപയോഗിക്കുന്നുവോ അവിടെയൊക്കെ ഈ മനോഭാവം നിങ്ങളുടെ മനസ്സിൽ വരണം. ക്ഷേത്രത്തിൽ പോയി തൊഴുമ്പോഴും നാം തൊഴുന്നത് ഒരു വിഗ്രഹത്തെയാണ്. ആ കല്ലിനെയാണോ വാസ്തവത്തിൽ തൊഴുന്നത്, അതോ കല്ല് ഈശ്വരൻ്റെ പ്രതീകമോ? ആരുടെ പ്രതീകമോ ആ സത്യത്തെക്കുറിച്ച്, ആ സാന്നിധ്യത്തെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും. ചിന്തിക്കണ്ടേ? ആലോചിച്ച് നോക്കൂ. ആ വിവരണമാണ് ഇതിൽ പറയുന്നത്. വസിഷ്ഠൻ 18 ദിവസമായി ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്തതും ഈ സർവവ്യാപകമായിരിക്കുന്ന സത്താവിശേഷത്തെയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച്, ഗ്രഹിച്ച്, മനസ്സിലാക്കി, ഭാവന ചെയ്ത് അതിനനുസരിച്ച സങ്കല്പങ്ങളെല്ലാം വളർത്തി വിശാല ഹൃദയത്തോടുകൂടി ബുദ്ധിക്ക് സൂക്ഷ്മതയും സ്ഥൈര്യവും വന്ന് മനസ്സ് പ്രശാന്തമായി ആഹ്ലാദഭരിതനായി ഉത്സാഹനിർഭരനായി ജീവിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണത്. അത് കേൾക്കാൻ വളരെ അപൂർവമാണ്. കേൾക്കാൻ സാധിച്ചു, അതിൽ ശ്രദ്ധ തോന്നി, അതിലുള്ള തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു, മനനം ചെയ്യാനും പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എത്ര ധന്യന്മാരാകും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. വിലമതിക്കാൻ പറ്റാത്തത്ര വിശേഷമാണ്. ഈ യോഗവാസിഷ്ഠത്തിൻ്റെ ഉള്ളടക്കവും സന്ദേശവും എന്തോ അതിനനുസരിച്ച ഒരു സ്തുതിയാണത്. ദിവിഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭുഃ യോ വിഭാതി അവഭാസാത്മാ. എങ്ങനെയാ പ്രകാശിക്കുന്നത്? ഉണർവ് രൂപത്തിൽ, ബോധരൂപത്തിൽ, ജ്ഞാനരൂപത്തിൽ വെളിപ്പെടുത്തി തരുന്ന ആ വെളിപ്പെടുത്തൽ രൂപത്തിൽ ആണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇതെല്ലാവരും ഓർമ്മ വയ്ക്കും. ഓംകാരം ജപിക്കാം. ദാ ഹരി ഹരി ഓ ഓ
ഹരി ഓം തത്സ്. ജയ ഗുരു, ജയ ഗുരു. 18 ദിവസം വസിഷ്ഠ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച ആ ഉപദേശമാണ് സംവാദ രൂപത്തിൽ നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് മുഴുവൻ പ്രതിപാദിക്കുന്നു എന്നല്ല, അതിനെ ആധാരമാക്കിയാണ് ഈ 3, 4, 5 ദിവസങ്ങളിലെ തത്വപ്രവചന പരമ്പര. ഇതെന്താണത് വാസ്തവത്തിൽ? ഇതാണ് സത്സംഗം എന്ന് പറയുന്നത്. ഒരു സജ്ജനവുമായി നാം പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിലിരുന്ന് അങ്ങേർക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക. കേട്ട് ഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ആ ഗ്രഹണ സമയത്ത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രകടമാക്കാം. അത് പ്രകടമാക്കുമ്പോൾ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാവും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സംവാദം മുന്നേറുക. അങ്ങനെ ഒരു നിലയ്ക്ക് ശിഷ്യന്റെ മനസ്സിൽ ശബ്ദരൂപത്തിലും പദങ്ങളും വാക്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അകത്ത് കടന്ന് ആ ഉൾ വ്യക്തിത്വത്തെ പൂർണ്ണമായി വാർത്തെടുക്കുന്ന ഒരു ഉദ്ദേശമാണ് ശരിയായ സത്സംഗത്തിനുള്ളത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ശബ്ദത്തിൻ്റെ ശക്തി എത്രയാന്ന് പറഞ്ഞാൽ തീരില്ല. ശ്രീകൃഷ്ണൻ ഉദ്ധവനെ നോക്കി പറയുകയാണ്, നമ്മുടെ മുൻപിലുള്ളത്, ഇന്ദ്രിയങ്ങൾക്ക് മുൻപിലുള്ളത് ദ്രവ്യപ്രപഞ്ചമാണ്. ഈ ദ്രവ്യപ്രപഞ്ചത്തെ എല്ലാം എത്രയോ അതിശയിക്കുന്നതാണ് ശബ്ദപ്രപഞ്ചം എന്ന്. ഈ ശബ്ദപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ മുഖത്തിൽ നിന്ന് നിർഗളിക്കുന്ന സ്വരങ്ങളും അക്ഷരങ്ങളും പദങ്ങളും വാക്യങ്ങളും ഖണ്ഡികകളും ലേഖനങ്ങളും അങ്ങനെ പോണത്. അങ്ങനെ ഒരു ശബ്ദപ്രപഞ്ചമാണ് നമ്മുടെ മുൻപിൽ ഈ 32,000 ശ്ലോകങ്ങളുള്ള വസിഷ്ഠ മഹർഷിയും ശ്രീരാമനുമായ സംവാദം. ഒരു സത്സംഗമാണത്. അപ്പം മനുഷ്യൻ നന്നാവാനും നമ്മുടെ ജീവിത ലക്ഷ്യം എന്തോ ആകട്ടെ അത് വിഷമമില്ലാതെ നിറവേറ്റാനും നേടിയെടുക്കാനുമുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളും സജ്ജനങ്ങളുമാണ് അതിനെ സഹായിക്കുന്നത്. നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ എടുത്തു കൊടുത്തോളൂ ശാസ്ത്രത്തിൻ്റെ അടുത്ത്, അതിന് മറുപടി പറയാനുണ്ടാവും. ഞാൻ എപ്പോഴും പറയും, അടുത്ത കാലത്തൊരു പുസ്തകം എഴുതിയല്ലോ, പബ്ലിഷ് ചെയ്തു, ഇൻസൈറ്റ്സ് ഇൻ ടു ഭഗവത്ഗീത എന്ന് പറഞ്ഞു. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് എന്ത് വിഷമമോ ആവശ്യമോ ഉണ്ടോ, മനസ്സിൽ കണ്ണടച്ചൊരു 1/2 മിനിറ്റോ 1 മിനിറ്റോ ഇരുന്നിട്ട് ആ പുസ്തകം അങ്ങോട്ട് തുറക്കും. എന്നിട്ട് വലത്ത് ഭാഗത്തെ പേജ് തൊട്ട് വായിക്കാൻ തുടങ്ങും. 3-4 പേജ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി അവിടെ വരും. ഈ ശാസ്ത്രങ്ങളെല്ലാം നമ്മുടെ തത്വദർശികളും മഹാത്മാക്കളും എഴുതി വെച്ച് പോയതാണ്. അവർ ശരീരം വിട്ടുപോയാലും ആ ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ അവരുടെ മൊഴികളാണത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ ജീവിച്ചിരുന്നാൽ എന്ത് പറയുമോ അതാണ് ശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പം ശാസ്ത്രങ്ങളും തത്വജ്ഞാനികളും മഹർഷിമാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതേപോലെ സജ്ജനങ്ങളാണ് പിന്നെ ഒരു വഴി. അപ്പം വസിഷ്ഠ മഹർഷിയുടെ ഉപദേശത്തിൽ മുഴച്ചു കാണുന്നത് ശാസ്ത്രം എത്രത്തോളം നമുക്ക് ഉപകാരം ചെയ്യുന്നു, നിർദ്ദേശം നൽകുന്നു, നയിക്കുന്നു, നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു എന്ന് പ്രത്യേകിച്ചും പറയുന്നുണ്ട്. കേട്ടോളൂ. ശൂന്യമാകീർണതാമേതി മൃത്യുരപ്യുത്സവായതേ ആപത് സമ്പതി വാ ഭാതി വിദ്വജ്ജന സമാഗമേ. എന്നെ കാണാൻ വരുന്ന പല ആർത്തന്മാരും ദുഃഖിതന്മാരും അവരോട് ഞാൻ പറയാറുണ്ട് ഈ ശ്ലോകം. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും കൊള്ളാം. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണിലുണ്ണി മരിച്ചുപോയി, അല്പായുസോടുകൂടി. ആരെങ്കിലും വേറിട്ടു, എന്തെങ്കിലും വിഷമങ്ങൾ ആരെ ചൊല്ലിയായാലും, ജനിച്ച കുട്ടികളോ കല്യാണം കഴിച്ച പങ്കാളിയെ ചൊല്ലിയോ ധനം പോയതോ എന്ത് വിഷമം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, എൻ്റെ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കണം. ബാഹ്യമായി പല കാരണങ്ങളും വിഷമങ്ങൾക്കുണ്ടാവാം. പക്ഷെ വിഷമം എന്ന് തോന്നുന്നതും അനുഭവിക്കുന്നതും നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ സർവ്വ വിഷമങ്ങളും മനോവിഷമങ്ങളാണ്. അതിനുള്ള പരിഹാരം പുറത്തല്ല, അകത്താണ്. അകത്ത് ആരുടെ കയ്യിലാണ് പരിഹാരം? ബുദ്ധിയുടെ കയ്യിലാണ് പരിഹാരം. എന്താ ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ? വിഷമങ്ങളെയോ മറ്റെന്തിനെയോ കുറിച്ചും അന്വേഷിച്ച്, കൂലങ്കഷമായി അന്വേഷിച്ച് അതിനൊരു പരിഹാരം, ഒരു പരിസമാപ്തി കണ്ടുപിടിക്കാനുള്ള ശക്തി ബുദ്ധിക്ക് മാത്രമേ ഉള്ളൂ. ബുദ്ധിക്ക് മാത്രമേ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സ് വിഷമിക്കുന്നു, ബുദ്ധി അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം മിനഞ്ഞെടുത്ത് മനസ്സിന് കൊടുക്കണം.
അങ്ങനെ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള നല്ലൊരു കൂട്ടിക്കെട്ട് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റണം. ആർക്കാണോ ഈ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഇണക്കം ഭംഗിയായി സമഞ്ജസമായി നേടിയെടുക്കാൻ സാധിക്കുന്നത്, അവർ ഈ ലോക ജീവിതത്തിൽ ബുദ്ധിമുട്ടേ ഇല്ല. ഉണ്ടായാൽ അതിന് പരിഹാരമുണ്ടാവും. വസിഷ്ഠ മഹർഷി പറയുന്നു, ശൂന്യം ആകീർണതാമേതി. മഹാമോശം, ഒക്കെ പോയി നശിച്ചു, ഇനി കൂമ്പെടുക്കില്ല എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ, ആ സന്ദർഭങ്ങൾ ആകീർണതാമേതി, ആ ശൂന്യം പൂർണ്ണമായി തീരുമത്രേ. മൃത്യുരപി ഉത്സവായതേ. എന്തെങ്കിലും ഒരു മരണം നടന്നാൽ നമുക്ക് വളരെ വിഷമിക്കുന്ന മരണങ്ങളുണ്ട്. അല്പായസോട് കൂടി പോവുക, ബുദ്ധിമുട്ടി പോവുക, പലതും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെയധികം ദുഃഖമാണ്, നമുക്ക് മനസ്സിനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നാൽ അത് ഉത്സവമായി തീരുമത്രേ. ആപത് സമ്പദിവാഭാതി. കഠിന ആപത്ത് പോലും, കൊടിയ ആപത്ത് പോലും സമ്പത്ത് പോലെ നമ്മളെ തുണയ്ക്കും. എങ്ങനെയാണ് ആയാൽ വിദ്വജ്ജന സമാഗമേ, തത്വജ്ഞാനികളുടെ സമാഗമം വരവുണ്ടായി. ഒന്നുകിൽ അവർ വന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി. ഒന്നുകിൽ അവർ വന്നു, നമ്മുടെ അടുത്ത് എതിർച്ചയാ വന്നതാവാം, അല്ല നമ്മൾ അവരുടെ അടുത്ത് പോയി. എന്തായാലും കൊള്ളാം, അവരുടെ സാന്നിധ്യമോ സഹവാസമോ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഈ വക മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ശൂന്യം പൂർണ്ണമാവും, മരണം ഉത്സവ സദൃശമാവും, ആപത്ത് സമ്പത്തായി തീരും. നമ്മുടെ ശാസ്ത്രത്തിലെല്ലാം നമ്മളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യുക്തിസഹമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെ തട്ടി ഉണർത്തി, ആ ബുദ്ധിയെ കാര്യകാരണങ്ങളോട് പൊരുത്തപ്പെടുത്തി ചിന്തിപ്പിച്ച് ചിന്തിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്ത്, എവിടെ ആ യുക്തി നമ്മളെ കൊണ്ടുപോയി കെട്ടുന്നുവോ അവിടേക്ക് മനസ്സിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഉദ്ദേശം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ യുക്തിക്ക് വിരോധമായ ഒരു പ്രസ്താവനയും ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കരുത് എന്ന് വരെ നമ്മുടെ ശാസ്ത്രം പറയുന്നു. സ്വീകരിക്കരുത് എന്ന് ബൃഹസ്പതി പറയാണ്. എന്തും പറഞ്ഞു ശാസ്ത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യരുത്. ആ ശാസ്ത്രത്തിൽ പറഞ്ഞത് നിങ്ങളുടെ അനുഭവസമ്പന്നമായ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിയാണ്, പൊരുത്തപ്പെടുന്നതാണ് എന്ന് തോന്നിയാലേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പൊ ഇവിടെ പറയാണ് വസിഷ്ഠൻ, യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മയോനിന. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ. നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല ഇന്ത്യ. ഇന്ത്യയെ കാണണമെന്നുണ്ടെങ്കിൽ യോഗവാസിഷ്ഠ രാമായണം വായിക്കണം. മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന സാധ്യതയും കഴിവുകളും മികവും നിറവും എത്രയുണ്ടെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ യോഗവാസിഷ്ഠ രാമായണം വായിക്കണം. ജീവചരിത്ര രാമായണം രാമന്റെ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല, അവിടേക്ക് എത്താൻ പറ്റില്ല നിങ്ങൾക്ക്. നമ്മുടെ ഉള്ളിലുള്ള കഴിവ്, നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമുള്ള സാധ്യത, അതിനെന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, എല്ലാ നൂലാമാലുകളെയും അയക്കാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിനൊക്കെ മറുപടി ശ്രീരാമന് 15 വയസ്സുള്ളപ്പോൾ പറഞ്ഞു കൊടുത്തു. അത് വായിക്കുന്ന കാര്യത്തിൽ 15 വയസ്സായ എൻ്റെ ശ്രീരാമചന്ദ്രൻ കേട്ടതാണ്, ആവശ്യപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കിയതാണ്, മനസ്സിലാക്കിയതിൻ്റെ ഫലം ഉടൻ അനുഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ശ്രീരാമനോടുള്ളതുപോലെ ഒരു താദാത്മ്യം ഈ ശാസ്ത്രത്തോടും നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. അപ്പോൾ യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി. ഒരു കുട്ടിയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിലും പറഞ്ഞത് യുക്തിയുക്തമാണെങ്കിൽ അത് സ്വീകരിക്കണം. ശാസ്ത്രം പോലെ ശാസ്ത്രം തന്നെ. മറിച്ച് യുക്തിക്ക് നിരക്കാത്തത് ആരെങ്കിലും പറഞ്ഞാലോ, അന്യത് തൃണവിവത്യാജ്യം, പുൽക്കൊടി പോലെ തള്ളിക്കളയണമെന്ന്. ആര് പറഞ്ഞത്? അപ്യുക്തം പത്മയോനിന. ബ്രഹ്മാവാണ് യുക്തിക്ക് വിരോധമായി ഒരു വാക്ക് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി, പുൽക്കൊടിയെ തള്ളിക്കളയുന്ന മാതിരി, ഉണക്ക പുല്ല് തള്ളിക്കളയുന്ന മാതിരി തള്ളിക്കളയണം. ഇതാണ് നമ്മുടെ ശാസ്ത്രം. ഈ വർത്തമാനം നിങ്ങൾ മനസ്സിലാക്കിയാൽ ബുദ്ധിജീവികൾക്ക് പോലും എന്താണ് നമ്മുടെ ശാസ്ത്രത്തോട് തോന്നേണ്ട സമീപനം എന്ന് ആലോചിച്ച് ഒന്ന് പറയാമോ? നിങ്ങൾ വിചാരിക്കരുത്
പഴഞ്ചനാണ് നമ്മുടെ ശാസ്ത്രം എന്ന്. നിങ്ങൾ വിചാരിക്കരുത് അന്ധവിശ്വാസത്തിൻ്റെ വല്ലാത്ത ഒരു കൂട്ടാണതെന്ന്. അങ്ങനെയൊന്നുമല്ല, കൂമ്പാരമൊന്നുമല്ല. യുക്തിയുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ ഭാഷ, ആ ഭാഷയിലുള്ള മാധുര്യം, അതിൻ്റെ വിശേഷപ്പെട്ട പ്രാഗൽഭ്യം എന്താണെന്ന് ചിന്തിക്കണം. ഉച്ഛാസ്ത്രം ശാസ്ത്രിതം ചേതി ദ്വിവിധം പൗരുഷം സ്മൃതം തത്രോച്ഛാസ്ത്രം അനർത്ഥായ പരമാർത്ഥായ ശാസ്ത്രിതം. 2 തരത്തിലാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ വായിച്ചും കേട്ടും മനസ്സിലാക്കിയും നാം നമ്മുടെ കഴിവിനെ പറ്റി ഉദ്ബുദ്ധരായി നമ്മുടെ സാധ്യതകളെ പറ്റി വേണ്ടതുപോലെ ഉണർന്ന് അതൊക്കെ വേണ്ടതുപോലെ നേടിയെടുക്കണം എന്ന് പറഞ്ഞ് പുറപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇച്ഛാശക്തിയും വിൽ, ആ പവർ ഉണ്ടല്ലോ, ആ പവർ, ഇച്ഛാശക്തി, അതിനെ പൗരുഷം എന്നാണ് നല്ല ഭാഷയിൽ പറയുക. തൻ്റെ ഉള്ളിൽ കിടക്കുന്ന തനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഉൾശക്തി ഉണ്ട് നമുക്ക്. ആ ഉൾശക്തിയാണ് ഈ പൗരുഷം എന്ന് പറയുന്നത്. ആ പൗരുഷം 2 തരത്തിലാണത്രേ. ഉച്ഛാസ്ത്രം ശാസ്ത്രിതം ചേതി. ഒന്ന് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ളത്, പിന്നെ ഒന്നോ ശാസ്ത്രം പറയുന്ന രീതിയിലുള്ളത്. അപ്പം ശാസ്ത്രസമ്മതവും ശാസ്ത്രവിരുദ്ധവും ഇങ്ങനെ 2 തരത്തിലുള്ള പൗരുഷമുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ ചാരുവാക്ക് പറയുന്ന ചാർവാക ഫിലോസഫേഴ്സ് ഉണ്ടെന്ന്. അവർ പറയണത് ദൈവം എന്നൊന്നില്ല, ഇവിടെ ഉള്ളതൊക്കെ പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തിൽ ഭൗതികതയേ ഉള്ളൂ, അഭൗമം എന്നൊന്നില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. ചില രാഷ്ട്രീയ ചിന്താഗതിക്കാരും ഇങ്ങനെയൊക്കെ ഇതിൽപ്പെട്ടവരാണ്. അപ്പം അവരൊക്കെ പറയണത് ഗംഭീരമായിട്ട് പറയും, പക്ഷെ അത് ശാസ്ത്രിതമല്ല എന്നുള്ളതാണ് കാര്യം. ഉച്ഛാസ്ത്രത്തിൽപ്പെട്ടതാണ്. തത്രോച്ഛാസ്ത്രം അനർത്ഥായ പരമാർത്ഥായ ശാസ്ത്രിതം. ആ ശാസ്ത്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പൗരുഷമുണ്ടല്ലോ, അത് അനർത്ഥത്തിനാണ് വഴിവെക്കുക. ശാസ്ത്രോചിതമായി നാം വിശ്വാസത്തോടും നന്മയോടും പരജീവികളോട് സ്നേഹത്തോടും കൂടി വിനയം, വിവേകം, ഇതെല്ലാം ഈ ഗുണങ്ങളോടുകൂടി മൂല്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവരാണെങ്കിലോ പരമാർത്ഥായ, അങ്ങേയറ്റത്തെ പരമലാഭം നമുക്കും നമ്മുടെ സമാജത്തിനും ഉണ്ടാവും. ഇങ്ങനെ 2 തരത്തിലാണ് രാമ പൗരുഷം. ഇനി പറയാൻ പോകുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. സ്വയത്നമാത്രേ യദുപാസകോ യത് തദ്ദൈവ ശബ്ദാർത്ഥമപാസ്യ ദൂരേ ശൂരേണ സാധോ പദമുത്തമം തത് സ്വപൗരുഷേണൈവ ഹി ലഭ്യതേ എന്താ. ശ്രീരാമൻ എന്താ പറഞ്ഞു നിർത്തിയത്? ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നു. ഈ കഷ്ടപ്പാടിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ആരോടും മിണ്ടില്ല, ശ്വാസത്തെപ്പോലും നിർത്താനുള്ള പരിശ്രമമാണ് ചെയ്യുക. ദേഹം വീണു പൊക്കോട്ടെ എന്നൊരു വിചാരമല്ലാതെ വേറെ ഒന്നും ഈ രാമൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ചിത്രത്തിൽ എഴുതിയ പോലെ ഒരു രാമനെ ആവും നിങ്ങൾ കാണുന്നത്. സംവേദനക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളെ ആവില്ല. ഇത്രയ്ക്ക് കഠിനമായി സംസാരിച്ച് നിർത്തിയതാണ്. ആ രാമനോട് പറയുകയാണ്, രാമ, നിനക്ക് നേടിയെടുക്കാനുള്ളത് മുഴുവനും ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക? നിനക്ക് നേടിയെടുക്കാനുള്ളത് മുഴുവനും നിന്റെ ഉള്ളിലാണ്, പുറത്തല്ലാന്ന്. എവിടെയാ രാമ വിഷമം? മനസ്സിൽ. എവിടെയാ അത് തീരേണ്ടത്? മനസ്സിൽ. അതിന് നിനക്ക് വഴി എന്താ? മനസ്സും ബുദ്ധിയും തന്നെ. വേറെ എന്തെങ്കിലും ഒരു സാധനം പുറമേ നിന്ന് അകത്തേക്ക് കിടക്കുവോ? കിടക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് വിഷമം ഉള്ളിൽ എന്നതുപോലെ വിഷമപരിഹാരവും എവിടെയാ? ഉള്ളിലാണ്. നമുക്കിപ്പോൾ ഈശ്വര ലബ്ധി വേണം. ഈശ്വരൻ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ സങ്കല്പമല്ലേ? വാസ്തവത്തിൽ ഈശ്വരൻ എന്നൊരു സങ്കല്പം മനുഷ്യമുഖത്തിൽ നിന്നാണ് ഈശ്വരൻ 3-4 അക്ഷരം പുറപ്പെട്ടത്. അപ്പം നമ്മുടെ വാക്കിന് നമ്മൾ വേണം അർത്ഥം പറയാൻ. ആ വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്ത്? ആ അർത്ഥത്തിന് നമുക്ക് സമ്മാനിക്കാനുള്ളത് എന്ത്? പ്രദാനം ചെയ്യാനുള്ളത്? ഇതൊക്കെ നമ്മൾ വേണം പറയാൻ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാക്കുകൾ മാത്രമേ ആശയരൂപത്തിൽ നമ്മുടെ മനസ്സിലുള്ളതിനെ വെളിപ്പെടുത്തുന്നുള്ളൂ. ഭഗവാൻ എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിൽ എന്തോ കണ്ടുകൊണ്ട് അതാണ് ഭഗവാൻ എന്ന് നമ്മൾ പറയുക.
അപ്പൊ ഭഗവാൻ എന്തെന്ന് നിരൂപിച്ച് വെളിപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല ആ ശബ്ദം ഉപയോഗിക്കുന്നവർക്കുണ്ട്, ആ വാക്ക് ഉപയോഗിക്കുന്നവർക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്വയത്നമാത്രേ യദുപാസകോ യത്, ഭഗവാൻ ഒരു വിശ്വാസം. ആരെങ്കിലും ഭഗവാനെ സാക്ഷാത്കരിച്ച് പറഞ്ഞു തന്നതായിരിക്കാം, അപ്പോഴും അദ്ദേഹം സാക്ഷാത്കരിച്ചതാ സ്വയം. ആ ഭഗവാന്റെ പേരിലുള്ള വിശ്വാസത്തെ മുൻനിർത്തി ആ ഭഗവത് ഉപാസന നമ്മൾ ചെയ്യണു. ഈ ചെയ്യുന്ന ഉപാസനയിൽ എൻ്റെ പ്രേക്ഷകരെ, ആ ഉപാസിക്കുന്നവനല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു വിഗ്രഹമാണെങ്കിൽ, ചിത്രമാണെങ്കിൽ, പത്മമാണെങ്കിൽ അത് നമ്മളാണ് രൂപപ്പെടുത്തിയത്. ഇപ്പൊ ശിവന്റെ മൂർത്തി ഇങ്ങനെയാണ്, മഹാവിഷ്ണുവിന്റെ ചതുർഭുജധാരിത്വം ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മളാണല്ലോ പറയുന്നത്, വേറെ ആരാ പറയുന്നത്? അപ്പോൾ ബിംബമുണ്ടാക്കൽ, അതിന് രൂപം കൊടുക്കൽ, അതിനെ പ്രതിഷ്ഠിക്കൽ, അതിന് പ്രാണപ്രതിഷ്ഠ നടത്തൽ, അനുഗ്രഹശക്തി പ്രദാനം ചെയ്യൽ, ഉപാസനയ്ക്ക് വേണ്ട സാമഗ്രികൾ ഒരുക്കുകൂട്ടൽ, പുഷ്പങ്ങൾ കൊണ്ടുവരൽ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും സ്വപ്രയത്നമാണ്, നമ്മുടെ പ്രയത്നമാണ്. അപ്പം നമ്മുടെ പ്രയത്നമല്ലാതെ എന്തെങ്കിലും ഒന്ന് ഈ ഉപാസനയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പം ഭഗവാൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമ്മൾ, അത് കുറിക്കുന്നത് എന്താണെന്ന് നമ്മളാണ് കണ്ടതും കേട്ടതും അനുഭവിച്ചും ഉദ്ദേശിക്കുന്നത്. അപ്പം തൻ്റെ പ്രയത്നം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് തദ്ദൈവശബ്ദാർത്ഥമപാസ്യ ദൂരെ, പിന്നെ എന്തിനാ ദൈവം എന്നൊരു ശബ്ദം അവിടെ ആനയിക്കുന്നത്? ദൈവത്തിൻ്റെ പേരിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പ്രവർത്തന ഫലം അനുഭവിക്കുന്നതും നമ്മളായിരിക്കെ ഇവിടെ കേന്ദ്രബിന്ദു നമ്മളോ അതോ നമ്മളല്ലാത്ത ദൂരെയാണെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു ദൈവമോ? അപ്പം അതങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ശൂരേണ സാധോ പദമുത്തമം തത്, ശരിയായ ശൂരത്വം, ശൂരനായിട്ടുള്ളൊരു മനുഷ്യൻ അല്ലേ സാധോ, ഉത്തമം തത്, ആ ഉത്തമമായിരിക്കുന്ന സ്ഥാനം. ഇപ്പൊ രാമ, നിനക്ക് ആവശ്യം എന്താ? നിന്റെ വിഷമങ്ങളും സങ്കടവും വേദനയും ഒക്കെ മാറണം, എന്നിട്ട് പരമശാന്തി അടയണം. ആ പരമശാന്തി എന്ന് പറയുന്നത് ആർക്കാ? നിന്റെ മനസ്സിന്. അതെങ്ങനെയാ അടയുക? ബുദ്ധിയുടെ സഹായത്തോടു കൂടി ആലോചിച്ച് വിചിന്തനം ചെയ്ത് വിചാരം ചെയ്ത്. അതിന് ശാസ്ത്രങ്ങളും മഹാത്മാക്കളും നിന്നെ സഹായിക്കും. സ്വപൗരുഷേണ ഇവ ഹി ലഭ്യതേന്താ, ഇങ്ങനെ അടയുന്നതിൽ അവനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഇച്ഛാശക്തിയും പൗരുഷവും അല്ലാതെ വേറെ ഒരു ഘടകവും ഇവിടെ വരണില്ല. ഇതിന് പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള പൗരുഷം. പരിശ്രമം നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ. ആ പരിശ്രമം സഫലമായി സാഫല്യം അനുഭവിക്കുന്നതും നമ്മുടെ ഉള്ളിൽ. അങ്ങനെ ഉള്ളിലല്ലാതെ പുറമെ എന്തെങ്കിലും ഒരു കേന്ദ്രീകരണം ഈ സംഭവത്തിലുണ്ടോ? ഇല്ല. ഇത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെടുന്നത്. ആര്? വസിഷ്ഠ മഹർഷി. കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടായോ? സ്വയത്നമാത്രേ യദുപാസകോ യത് തദ്ദൈവ ശബ്ദാർത്ഥം അപാസ്യ ദൂരെ ശൂരേണ സാധോ പദമുത്തമം തത് സ്വപൗരുഷേണൈവ ഹി ലഭ്യതേന്താ. ഈ പൗരുഷം ഉപയോഗിച്ച് നേടിയെടുക്കാം എന്ന് പറഞ്ഞുല്ലോ. എന്താണ് ആ പൗരുഷം? എങ്ങനെയാണ് ഉപയോഗിക്കുക? ന വിചാരം വിനാ കശ്ചിത് ഉപായോസ്തി വിപശ്ചിതാം വിചാരാത് അശുഭം ത്യക്ത്വാ ശുഭമായാതിഥി സദാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്നോട് ചിലരൊക്കെ പറയുണ്ടായി, യോഗവാസിഷ്ഠ രാമായണത്തിൽ പറയുന്നത് എന്താ? ഒരു പക്ഷി പറഞ്ഞു തരുന്ന മാതിരി അങ്ങോട്ട് പറഞ്ഞു തരണം. 32,000 ശ്ലോകങ്ങളുണ്ട്. പക്ഷി പറക്കണമാതിരി പറന്ന് 2.5 മണിക്കൂർ കൊണ്ട് സ്വാമിജി പറയണമെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. എന്നാലും ഞാൻ പറയാം, അത് തോൽക്ക്. അതെങ്ങനെയാത്? പിന്നെ എന്തിനാ നമുക്ക് പൗരുഷം? ന വിചാരം വിനാ കശ്ചിത് ഉപായോസ്തി വിപശ്ചിതാം. ബുദ്ധിയും വിവേകവും ഉള്ളവർക്ക് തത്വവിചാരം, മനുഷ്യന്റെ ബുദ്ധിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിശീലനമാണ് ഈ വിചാരം എന്ന് പറയുന്നത്. കാര്യത്തെയും കാരണത്തെയും പൊരുത്തപ്പെടുത്തി കാര്യത്തെ വെച്ചുകൊണ്ട് കാരണത്തിലെത്തി ആ കാരണത്തെ ഒരു കാര്യമായി കണ്ട് ആ കാര്യത്തിൽ നിന്ന് അതിൻ്റെ കാരണത്തിലേക്ക് പോയി അവസാനം ആദ്യത്തെ കാരണത്തിൻ്റെ അവിടെ ചെന്ന്
അതിന് ഇനി ഒരു കാരണമില്ല എന്നുള്ള സത്യം കണ്ടുപിടിക്കുക. ഇതാണ് യുക്തിയുടെ സ്വഭാവം. ഇപ്പൊ രാമന് വല്ലാത്ത വേദന അനുഭവിക്കുന്നു, സങ്കടം അനുഭവിക്കുന്നു. സങ്കടം എവിടെയാ? മനസ്സിൽ. അതിനു മുമ്പ് സങ്കടം ഉണ്ടായിരുന്നോ? ഇല്ല. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് പോയത് തീർത്ഥയാത്രയ്ക്ക്. മടങ്ങി വന്ന് കുറേ ദിവസം അത്ര മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് വിഷമം തുടങ്ങിയത്. അപ്പം ഈ ഉത്സാഹം എവിടെയായിരുന്നു? മനസ്സിൻ്റെ നിർമ്മിതിയാണത്. അതിന് നേരെ വിപരീതമായിട്ടുള്ള ദുഃഖമോ? അതും മനസ്സിൻ്റെയാണ്. അപ്പം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അതിൻ്റെ കാരണം എവിടെയാ? ഈ കാര്യം എവിടെയോ അതിൻ്റെ പിന്നിലാണ് കാരണം. അപ്പം ഈ ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും പിന്നിൽ നമ്മൾ ചെന്ന് അതിൻ്റെ കാരണം കണ്ടെത്തിയാൽ ഇതിന് പരിഹാരമായി. അതിനുള്ള വഴി ഡ്രില്ല് ചെയ്യുന്ന മാതിരി ഡ്രില്ല് ചെയ്ത് ഉള്ളിലേക്ക് പോവാൻ വേറെ ഒന്നുമില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറം വസ്തുക്കളെയേ കാണുള്ളൂ, അകത്ത് കാണാനൊന്നുമില്ല. നിങ്ങളുടെ ശരീരത്തിലൊരു മനസ്സുണ്ട്, ചിന്തയുണ്ട്, വികാരമുണ്ട്, ഭാവമുണ്ട്, അറിവുണ്ട്, ആലോചനയുണ്ട്, ഓർമ്മയുണ്ട്. ഈ വക സാധനമൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരിക, ബബിൾസ് വരുന്നത് പോലെ, വെള്ളത്തിൽ കുമിളകൾ വരുന്ന പോലെ. പക്ഷെ അത് കാണുന്നത് ആരാ? കണ്ണോ മൂക്കോ ചെവിയോ നാവോ ത്വക്കോ അല്ല. അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് കാണാനുള്ള ഒരു മാർഗമുള്ളത്? ഉണ്ടല്ലോ. ഗ്രഹിക്കാനുള്ള ഒരു സംവേദനക്ഷമത നമുക്കുണ്ട്. ആ സംവേദനക്ഷമത ഉപയോഗിച്ച് ഉള്ളിൽ പ്രവേശിച്ച് തത്വവിചാരം നടത്തി വിചാരാത് അശുഭം ത്യക്ത്വാ, ആ വിചാരം വഴി അശുഭത്തിനെ വിട്ടുകളയുക. ശുഭമായാതി ധീ സദാം. നല്ല മനുഷ്യരുടെ ബുദ്ധി തത്വവിചാരം ചെയ്ത് അശുഭത്തെ മുഴുവനും തുടച്ചു മാറ്റി ശുഭം കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. അതാണ് ബുദ്ധിയുടെ ദൗത്യം, വിചാരത്തിൻ്റെ ലക്ഷ്യം. ഈ വിചാരം ചെയ്യേണ്ടത് ബുദ്ധിയാണ്. ആ ബുദ്ധി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. നിങ്ങളുടെ ഉൾ വ്യക്തിത്വം ഒന്ന്, പുറം വ്യക്തിത്വം വേറെ ഒന്ന്. ഈ ശരീരമാണ് ദ്രവ്യവും ഊർജവും കൂടിയ സംഘാതമായ ശരീരം, ജഡം. അതാണ് പുറം വ്യക്തിത്വം. ഉള്ളിലുള്ളതോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന മൂന്നും കൂടിയതാണ് ഉൾ വ്യക്തിത്വം. അതിൽ നമ്മൾ നമ്മുടെ ബുദ്ധിയെ ചന്ദ്രയാനെ അയച്ചു ചന്ദ്രനിലെത്താൻ. അതിനൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ തീർന്ന് ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ച് നമുക്ക് ശുദ്ധമായി പൂർണ്ണമായി പൂർണ്ണ പ്രഭാവത്തോടുകൂടി ലോകത്തിൽ അടിമയാകാതെ ലോകത്തിൻ്റെ അധിപനായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനാണ് ഈ വിചാരവും പൗരുഷവും പ്രയോഗിക്കേണ്ടത്. സന്തോഷ പരമോ ലാഭ സത്സംഗ പരമാഗതി വിചാര പരമം ജ്ഞാനം ശമോഹി പരമം സുഖം. സന്തോഷ പരമോ ലാഭ. നിങ്ങൾ ജീവിതത്തിൽ പലതും വേണം എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നുണ്ടല്ലോ. എല്ലാം എനിക്ക് വേണം, ആ നേട്ടം വേണം, ഇത് കൈക്കലാക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരം. വസിഷ്ഠ മഹർഷി 15 വയസ്സായ രാമനോട് മുൻകൂട്ടി അറിയിക്കുകയാണ്. 80 വയസ്സുകാരനോടല്ല സംസാരിക്കുന്നത്, 51കാരനോടല്ല, 15 വയസ്സുകാരനോടാ സംസാരിക്കുന്നത്. സന്തോഷ പരമോ ലാഭ. ജീവിതത്തിൽ മനുഷ്യന് പരമമായ ഒരു ലാഭം, നേട്ടം ഉണ്ടെങ്കിൽ അത് സന്തോഷമാണ്. എന്താ ഈ സന്തോഷം? മനസ്സ് രചിക്കുന്നതാണ്. മനസ്സ് രചിക്കുന്നതാണ് സന്തോഷം. വയറ് വിശപ്പുണ്ടാക്കണമെന്നുള്ളത് സമ്മതിച്ചു, ദാഹവും. സന്തോഷത്തിൻ്റെ നിർമ്മാതാവ് ആരാ? മനസ്സ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്ത് വേണം? മനസ്സ് വേണം. എന്ത് കാര്യത്തെ ചൊല്ലിയായാലും, ഒരു കുട്ടി ജനിച്ചു സന്തോഷിച്ചു, ഒരു ഉദ്യോഗക്കയറ്റം കിട്ടി സന്തോഷിച്ചു, ഒരു ലോട്ടറി കിട്ടി സന്തോഷിച്ചു, ഇഷ്ടപ്പെട്ടവർ വന്നു സന്തോഷിച്ചു, നല്ലത് പറഞ്ഞു സന്തോഷിച്ചു. ഇങ്ങനെ ബാഹ്യമായിരിക്കുന്ന കാരണം എന്തായാലും സന്തോഷം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് മനസ്സാണ്. ഒരു നല്ല സ്നേഹിതനുണ്ടായിരുന്നു, വളരെ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ സന്തോഷമാണ്. 10 15 കൊല്ലമായിട്ട് ചങ്ങാതിമാരാ. 16ാമത്തെ കൊല്ലത്തിൽ ആ ചങ്ങാതി കഠിനമായി 3-4 വാക്ക് പറഞ്ഞു പോയി. 15 വർഷത്തെ സ്നേഹം ടപ്ന്ന് പോയി. ഇതെന്താ ഇങ്ങനെ? ഒരു ഉത്തമ സ്നേഹിതന് ഒന്ന് കയർത്ത് സംസാരിക്കേണ്ടി വന്നാൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇപ്പുറത്തുള്ള ഉത്തമ സുഹൃത്ത്? എന്നത്ര പേടിക്കണേ? വീട്ടുകാർ തമ്മിൽ കലഹിക്കാറില്ലേ? അതുകൊണ്ടൊരു സ്നേഹിതൻ 4 വാക്ക് കടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞ് അന്നേ വരെയുള്ള സൗഹൃദം മുറിച്ചു കളയുന്ന മനുഷ്യരാണ് അനവധി ആൾക്കാർ.
ഞാൻ അവനെ ഇങ്ങനെ വിചാരിച്ചില്ല അപ്പ. പിന്നെ എങ്ങനെയാ വിചാരിച്ചേ? തൻ്റെ വിചാരം ശരിയാണോ? അയാൾ ലോകത്തിലൊരു ജീവിയാ, അച്ഛനമ്മമാർക്ക് ജനിച്ചവനാ. ബാക്കിയുള്ളവരിൽ എല്ലാവരിലും ഇല്ലാത്തതൊന്നും അയാളുടെ ഇല്ല. താൻ വിശാല മനസ്കനാവൂ, എന്നിട്ട് പരിഗണിക്കൂ എന്നാണ് മറുപടി. അപ്പോൾ സന്തോഷം അത് മനസ്സ് രചിക്കുന്നതാ. അതിന് വേറെ ഒരു കാര്യം, നിങ്ങൾക്ക് കൊട്ടയ്ക്കും വട്ടിക്കും നിറച്ച് സ്വർണം കിട്ടിയാൽ സന്തോഷമുണ്ടാവുമെന്ന് വിചാരിക്കരുത്. സന്തോഷത്തിൻ്റെ നിർമ്മാതാവ് മനസ്സാണ്. ആന്തര രചനയും ആന്തര സൃഷ്ടിയും ആന്തര ഭാവപൂർണതയുമാണ് സന്തോഷം. സത്സംഗ പരമാഗതി. നല്ല മനുഷ്യരോടുള്ള സമ്പർക്കവും സംവാദവുമാണ് അങ്ങേ അറ്റത്തെ ഗതി, ആശ്രയം. മനുഷ്യന് ഏറ്റവും വലിയ ഗതി എന്താ? നല്ലൊരു കുട്ടി ജനിക്കുന്നതോ, ധാരാളം പണം കിട്ടുന്നതോ, ഭൂസ്വത്ത് ശേഖരിക്കുന്നതോ, പഠിച്ച് കേമനാകുന്നതോ, റിസർച്ച് സ്പെഷ്യലിസ്റ്റ് ആകുന്നതോ ഏതാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മറുപടി പറയാനുള്ളത് സത്സംഗമാണ് ഏറ്റവും വലിയ ആശ്രയം. വിചാര പരമം ജ്ഞാനം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വിചാര പരമം ജ്ഞാനം. ഏറ്റവും വലിയ അറിവ് എന്താന്ന് ചോദിച്ചാൽ എല്ലാറ്റിനെയും കുറിച്ച് ആലോചിക്കാനുള്ള സന്നദ്ധത വേണം. ഒരു കൊല്ലം ആപ്പിൾ വീഴുന്നതിനെ കുറിച്ച് ആലോചിച്ചാണ് ന്യൂട്ടൺ ഭൂമിയുടെ ആകർഷണ ശക്തി കണ്ടുപിടിച്ചത്. ആലോചന, ആലോചന, ആലോചന. ഏത് ശാസ്ത്രജ്ഞനും എന്താ ചെയ്യണത്? ആലോചിക്കുകയാണ്. വിചാര പരമം ജ്ഞാനം ശമോഹി പരമം സുഖം. പരമസുഖം എന്താന്ന് വെച്ചാൽ ശമം, ആഗ്രഹമില്ലാതെ ഇരിക്കുക. ആഗ്രഹമില്ലാത്തവൻ്റെ മനസ്സിൽ എന്തുമാത്രം പൂർണ്ണതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സർവ്വ ആഗ്രഹങ്ങളും നിറവേറിയാൽ ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്താവുമോ അതാണ് ആഗ്രഹമില്ലാതെ ഇരിക്കുന്നവരുടെ മനസ്സ്. അപ്പം നമ്മൾ നേരിട്ട് മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ചികിത്സിക്കാൻ നോക്കണോ, അതോ ചില്ലറ ആഗ്രഹങ്ങളെ നിറവേറ്റാനുള്ള പരിശ്രമത്തിൽ ജീവിതം മുഴുവനും ചെലവ് ചെയ്ത് വ്യർത്ഥമാക്കണമോ എന്ന് ബുദ്ധിയോടുകൂടി ആലോചിച്ച് മറുപടി പറയും. ബുദ്ധിയെ പണയം വയ്ക്കരുത്. വിചാരോത്ഥാത്മവിജ്ഞാനം ജ്ഞാനമംഗ വിദുർബുധ ജ്ഞേയം സസ്യ അന്തരേവാസ്തി മാധുര്യം വയസോ യഥാ. ഈ വിചാരത്തെപ്പറ്റി നിങ്ങൾ ആരും സ്വതവേ അറിയാത്തൊരു സംഗതിയാണ് ഞാനിവിടെ പറയുന്നത്. വസിഷ്ഠൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്താണ് ആ സംഗതി? വിചാരത്തിൽ നിന്ന്, കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെയുണ്ടോ? വിചാരം, ബുദ്ധി കൂലങ്കഷമായി ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ആലോചനാ പങ്ക്തിയാണ് വിചാരം എന്ന് പറയുന്നത്. ആ വിചാരം ചെയ്യുക വഴി അതിൽ നിന്ന് ഉണ്ടാവുന്ന അറിവുണ്ടല്ലോ, ആ അറിവാണ് ജ്ഞാനം. അപ്പം ജ്ഞാനം വേണമെങ്കിൽ വിചാരം വേണം, ആലോചന വേണമെന്ന്. നിങ്ങൾ എല്ലാവരും ആലോചനാശീലരാകൂ എന്നാണ് എനിക്കൊരു അനുഗ്രഹവാക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അവർക്ക് തങ്കം പോലെയുള്ള ഒരു പവിത്രമായ മനസ്സ് വേണം. നല്ല ആലോചനാശക്തി, ആലോചനാശീലം വേണം. ഇതാണ് ഗർഭിണികളടക്കം കുട്ടികളെ പറ്റി ചിന്തിക്കേണ്ടത്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം മാറി. പ്രസവിക്കുന്നത് വരെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛനമ്മമാരാകാൻ പോകുന്നവരുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ ആ ഗർഭസ്ഥ ശിശുവിനെ അലങ്കരിക്കും, ആവേശപ്പെടുത്തും. അവരുടെ വിചാരം അതിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഇത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ആലോചനയ്ക്ക് നല്ല ബുദ്ധി വേണം, നല്ല മനസ്സ് വേണം. നല്ല ബുദ്ധി വേണം, നല്ല മനസ്സ് വേണം. ഇത് മാത്രമേ നിങ്ങൾ അഭിലഷിക്കുള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല മനസ്സും നല്ല ബുദ്ധിയും ഉണ്ടായി നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊക്കോളൂ. എത്ര കാലം കഴിഞ്ഞാലും അവരൊരു കേടും വരുത്തില്ല, നന്നായി ജീവിക്കും. ജ്ഞേയം തസ്യ ആന്തരേവാസ്തി. ഈ വിചാരം ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ആ ആലോചനയുടെ ഉള്ളിൽ നിന്നാണ് ഈ ജ്ഞാനം ഉദിക്കുന്നത്. ജ്ഞേയം തസ്യ ആന്തരേവാസ്തി. അറിയപ്പെടേണ്ട പൊരുൾ ആ അറിയാനുള്ള പ്രക്രിയയായ വിചാരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഏതുപോലെ? മാധുര്യം വയസോ യഥാ. പാലിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതിലുള്ള മാധുര്യം. അതിന് പിന്നെ പഞ്ചസാര കൊണ്ട് ഇട്ടിട്ടൊന്നും വേണ്ട അത് മനസ്സിലാക്കാൻ.
അതിനൊരു മധുരമുണ്ട്. അതാണ് ശരിയായ മാധുര്യം. എല്ലാ ജ്ഞാനവും ഉണ്ടാവുന്നത് ഉള്ളിലാണപ്പാ, ഉണ്ടാവുന്നത് ഉള്ളിലാണ്. വിചാരജന്യമാണ് ജ്ഞാനം, വസ്തുജ്ഞാനമല്ല. കണ്ണാടിയുടെ കൂടാണിത് എന്ന് നോക്കി നിശ്ചയിക്കുന്നത് കണ്ണല്ല, കണ്ണിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ബുദ്ധിയും മനസ്സുമാണ്. എന്തെങ്കിലും മസ്തിഷ്കത്തിന് രോഗമൊക്കെ ഉണ്ടായി തടസ്സമുള്ളവർക്ക് കണ്ണിനൊരു കോട്ടവും ഇല്ല, ചെവിക്കൊരു കോട്ടവും ഇല്ല, 5 ഇന്ദ്രിയങ്ങളും വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനത്തെ വേണ്ടതുപോലെ നയിക്കാനും പ്രവർത്തന ഫലത്തെ ക്രോഡീകരിക്കാനും അവർക്ക് സാധിക്കുന്നില്ല, ഉള്ളിലുള്ള ബുദ്ധിക്ക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ജ്ഞാനം ഉള്ളിലാണ് ഉദിക്കുന്നത്. അത് ആലോചന വഴിക്കാണ്, ആലോചനയുടെ ഉള്ളിൽ തന്നെയാണ് എന്ത് ജ്ഞാനവും. എന്നിട്ട് വസിഷ്ഠൻ പറയാണ്, സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ നാമക്രിയയാന്യയാ. എൻ്റെ കൂട്ടരെ, നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ ഈ സ്വാമി പറയണത്? ത്രേതായുഗത്തിൽ അയോധ്യ രാജധാനിയിൽ കണ്ണിലുണ്ണിയായ ശ്രീരാമൻ കഷ്ടപ്പെട്ട് കതറിക്കൊണ്ടിരുന്നപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടി വസിഷ്ഠൻ മുമ്പിൽ പിടിച്ചിരുത്തി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഉപദേശിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മ വരണം, കണ്ണിലുണ്ണിയായ ശ്രീരാമൻ, 15 വയസ്സ് പ്രായം, നിറഞ്ഞ സദസ്സ് അയോധ്യ ദർബാർ ഹാളിൽ രാജധാനിയിൽ. മനസ്സിലാക്കിയോളൂ. സുന്ദര്യാ നിജയാ ബുദ്ധ്യ, അവനവൻ്റെ തന്നെ സുന്ദരിയായിരിക്കുന്ന ബുദ്ധിയുടെ സഹായത്താലും പ്രജ്ഞയൈവ വയസ്യയാ, ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, ആ ബുദ്ധി നേർവഴിക്ക് ചിന്തിക്കണം. ഇവിടെ കോർട്ടിൽ പല കേസും ഉണ്ടാവും, അതിലെല്ലാവർക്കും അറിയാം കൊന്ന കേസാണെന്ന്. പക്ഷെ ആ കൊന്നവന് ഹർജിക്ക് മീതെ ഹർജി സുപ്രീം കോർട്ടിൽ കൊടുക്കാനും ഇവിടെ വക്കീൽമാരുണ്ടാവും. റേപ്പ് കേസിലൊക്കെ ആ കുറ്റവാളിയെ സഹായിക്കാനും തർക്കിക്കാനുമായിട്ട് വക്കീൽമാരുണ്ടാവും. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ വക്കീൽമാരാണ്, ഞങ്ങൾക്ക് ആര് പറഞ്ഞാലും കേൾക്കണം. അങ്ങനെയുണ്ടോ? അത് ശരിയാണോ? വക്കീൽ ജോലിക്കും ഇല്ലേ ചില ചാരിത്രങ്ങളൊക്കെ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനത് കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. സുന്ദര്യാ നിജയാ ബുദ്ധിയ, വളരെ സുന്ദരിയായ ഒരു ബുദ്ധി, എല്ലാറ്റിനെയും വേണ്ടതുപോലെ ഉദ്ബോധിപ്പിച്ചു തരാൻ ശക്തമായ ഒരു ബുദ്ധി മാത്രമായാൽ പോരാ. പ്രജ്ഞയൈവ വയസ്യയാ, അതിന് പ്രജ്ഞ എന്ന് പറഞ്ഞ് ഒരു സ്നേഹിതനും വേണം, വിവേകം വേണം. ബുദ്ധി നേർവഴിക്ക് ചിന്തിക്കണം, നല്ല ഉദ്ദേശത്തോടു കൂടി ചിന്തിക്കണം. പൊട്ട കാര്യങ്ങളിൽ കടന്നു പിടിച്ച് ദുർവാശിയും ദുസ്തർക്കവുമായി പോകരുത്. അങ്ങനെ വന്നാൽ ഈ സുന്ദരിയായ ബുദ്ധിയും സുന്ദരമായ ബുദ്ധിയും വിവേകം എന്ന് പറയുന്ന ചങ്ങാതിയും രണ്ടുപേരും ഉണ്ടായാൽ പദമാസാദ്യതേ രാമ, നീ ഉദ്ദേശിക്കുന്ന നിർദുഃഖപദം നിനക്ക് എത്തിച്ചേരാൻ സാധിക്കും. നാമക്രിയയാന്യ, വെറുതെ ഒരു മാലയെടുത്ത് കുറേ ഈശ്വരൻ്റെ നാമം പറഞ്ഞാലോ എന്തെങ്കിലും സത്കർമ്മങ്ങൾ എന്ന് പറഞ്ഞ് പല അനുഷ്ഠാനങ്ങളും ചെയ്താലോ കിട്ടാൻ പോണില്ല. ഇവിടെ കിട്ടേണ്ടത് മനസ്സിനാണ്, കിട്ടിക്കേണ്ടത് ബുദ്ധിയാണ്. ആ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു സമ്പർക്കാത്മകമായ ഒരു പ്രയത്നത്തിലൂടെ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വേണ്ടതുപോലെ ആലോചിച്ച് നമ്മൾ നന്നാവുമ്പോൾ എന്താണ് വ്യത്യാസം, എന്താണ് ഫലമുണ്ടാവുക എന്ന് ചോദിച്ചാൽ ഉടനടിയാണ് ഫലം. പഴയ വേദകർമ്മങ്ങളും ചെയ്താൽ ശരീരം വീണുപോയി ആ മരണാനന്തരമാണ് സ്വർഗത്തിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നു. ഒരൊറ്റ ആൾ ഇതുവരെ നമ്മുടെ മുൻപിൽ വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മരിച്ചു, ഞാൻ ഇന്ന സ്ഥലത്താണെന്ന്. നമുക്ക് മരണം വരെയുള്ള കാര്യങ്ങളെ അനുഭവിക്കാൻ പറ്റും, ജനനത്തിന് ശേഷമുള്ളത്. ജന്മത്തിന് മുൻപും മരണത്തിന് ശേഷവും അജ്ഞാതമാണ്, അജ്ഞാതമാണ്, അവിദിതമാണ്, അവിദിതമാണ്. അതിനെപ്പറ്റി പറയുന്നതൊക്കെ സ്പെക്യുലേറ്റീവ്, ഭാവാത്മകം മാത്രമാണ്. അതിൽ അന്ധവിശ്വാസമാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണമെങ്കിൽ ആ നേട്ടം ഇവിടെ ഇപ്പോൾ അനുഭവസിദ്ധമായിരിക്കണം. സമുദ്രസ്യേവ ഗാംഭീര്യം ധൈര്യം മേരോരിവസ്ഥിതം അന്തശീതലതാ ചേന്തോ
യുവോദേതി വിചാരിണ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ ഞാൻ പറയുന്നത്? സമുദ്രസ്യേവ ഗാംഭീര്യം. നമുക്ക് ആ സമുദ്രം ഒരു ജലാശയമാണത്, ലവണ ജലാശയം. അതിൻ്റെ വലിപ്പം എത്രത്തോളം പ്രൗഢഗംഭീരമാണത്. ഒരു കുളം പോലെയുള്ള മനസ്സാണ് നമുക്ക് സാധാരണ എല്ലാവർക്കും ഉള്ളത്. ചിലർക്ക് ആ കുളം പോയിട്ട് നമ്മളൊന്ന് വികസിപ്പിച്ച് അതിനെ ഒരു കുളമാക്കണം, പോരാ ഒരു തടാകമാക്കണം, പോരാ സമുദ്രമാക്കണം, പിന്നെയും പോരാന്നാ പറയണേ യോഗവാസിഷ്ഠ രാമായണം. രാമനോട് വസിഷ്ഠർ എന്താ? ആകാശ സമമായ മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അതെങ്ങനെ മനസ്സ് വളരും? ഈ ആശയം പുലർത്തി അതിനെ ഭാവന ചെയ്ത് ആകാശസമം വിസ്താരം വേണം എനിക്ക്. ഞാൻ എപ്പോഴാ ആകാശസമനാവുക? ആകാശം ആകാശം ആകാശം, സമുദ്രം സമുദ്രം സമുദ്രം, സമുദ്രത്തോളം വിശാലത എന്നിങ്ങനെ ആലോചിച്ചാൽ തന്നെ വളരായി. ഭാവം കൊണ്ടാണ് മനസ്സ് വളരുക, ആലോചന കൊണ്ടാണ് ബുദ്ധി വളരുക. നമുക്ക് എന്തെല്ലാം ഗുണങ്ങളോ മൂല്യങ്ങളോ വേണമോ ആ ഗുണമൂല്യങ്ങളെ ആവർത്തിച്ച് ഓർമ്മ വെച്ച് ആ ഗുണങ്ങളോട് താതാത്മ്യം പുലർത്തിയാൽ കുപ്പിയിൽ വെള്ളമൊഴിക്കുന്ന മാതിരി ഈ ഗുണങ്ങൾ നമ്മളെ നിറയ്ക്കും. അപ്പൊ സമുദ്രസ്യേവ ഗാംഭീര്യം ധൈര്യം മേരോരിവസ്ഥിതം. മഹാമേരു പർവ്വതത്തിന് എത്രത്തോളം സ്ഥൈര്യമുണ്ടോ അത്രത്തോളം. മഹാമേരു പർവ്വതം എന്താ നമുക്ക് വരാൻ പോണേ? എന്നത്ര പേടിക്കണേ? പേടിക്കാനാണോ മനുഷ്യൻ? അതോ നിർഭയമായി വാഴാനോ? നല്ല മാതിരി ജീവിക്കുക, നല്ല പ്രവൃത്തി ചെയ്യുക, ആർക്കും ഉപദ്രവം അരുളണ്ട, ചിന്തിക്കണ്ട, സ്മരിക്കണ്ട, അങ്ങനെ നിരുപദ്രവിയായി കഴിയുന്ന ഒരാള് എന്തിനു പേടിക്കണു? മടിയിൽ കനുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കണ്ടൂ എന്ന് നമുക്കൊരു ചൊല്ലുണ്ട്. മടിയിൽ നല്ല കനുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്തൊക്കെ ബാങ്കിലാണ്, പഴയ കാലത്തൊക്കെ മടിയിൽ വെച്ചുകൊണ്ടാ പോവുക. അപ്പം മടിക്കനമുള്ളവനെ പേടിക്കേണ്ടതുള്ളൂ എന്ന്. അതുപോലെ നമ്മൾ എന്തിനു പേടിക്കണു? എനിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ചരിതം നന്നാവട്ടെ. ചിന്തിക്കുന്നത് നല്ലത്, സംസാരിക്കുന്നത് നല്ലത്, ചെയ്യുന്നത് നല്ലത്. അങ്ങനെ ഒരാൾക്ക് ലോകത്തിൽ ഭയമോ? ബാക്കി എല്ലാവരും ഭയപ്പെടുത്തിയാൽ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരുണ്ടാവും? ഈശ്വരനുണ്ടാവും. പ്രഹ്ലാദനെ സ്വന്തം പിതാവാണ് വാളൂരി കഴുത്ത് വെട്ടാൻ പുറപ്പെട്ടു, കാലടി വച്ചു. അര സെക്കൻഡ് കഴിഞ്ഞാൽ കഴുത്ത് വെട്ടിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ആ തൂണ് കടകടാന്ന് ശബ്ദം പുറപ്പെട്ടപ്പോൾ മകനെ വിട്ട് അങ്ങടാ പോയി. നോക്കൂ എങ്ങനെയാന്ന്. സ്വന്തം അച്ഛൻ രക്ഷിക്കേണ്ടവൻ കഴുത്ത് വെട്ടാൻ പുറപ്പെട്ടിരിക്കുക. അങ്ങനെ ഇരിക്കൊരു കുട്ടിക്കും രക്ഷയുണ്ടായോ ഇല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൊഴുകയോട് കൂടിയിട്ടാണ് ആ കുട്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത്. സംസാരിക്കുമ്പോൾ വാക്കുകൾ വിഴുങ്ങിയൊന്നുമില്ല. എന്താണ് നിന്റെ ബലം എന്നെ എതിർക്കാന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്നച്ഛ, എനിക്ക് മാത്രമല്ല ദിക്പാലന്മാർക്കും ഇന്ദ്രനും ചന്ദ്രനും അങ്ങയ്ക്കും കൂടിയുള്ള ബലം ശ്രീഹരിയാണ് എന്ന് പറഞ്ഞു. അതങ്ങോട്ട് കേട്ടപ്പോൾ സഹിച്ചില്ല അച്ഛന്. അവൻ വിട്ടുകളഞ്ഞില്ല. അച്ഛൻ ചോദിക്കുന്ന ചോദ്യത്തിന് നല്ല മറുപടി കൊടുത്തു. അച്ഛൻ്റെ മാതിരിയുള്ള ക്ഷോഭമോ കോപമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ നിർഭയമായി തീരാൻ നമുക്ക് പറ്റണം. അന്തശീതളത ചേന്തോ. അന്തശീതളത, ഈ വാക്കൊന്ന് കേൾക്കിനപ്പ ഇതൊക്കെ. ശീതളത, മനഃശീതളത, മനഃശൈത്യം, മനഃസൗന്ദര്യം, ബുദ്ധി സൂക്ഷ്മത, ബുദ്ധി പ്രഭാവം, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ഉരുവിട്ട് നോക്കൂ എൻ്റെ അപ്പ. എന്താ ഉണ്ടാവണത് ഫലം? ഇത് നല്ല വാക്കുകൾ കേൾക്കുകയില്ല, അതിനുള്ള സാഹിത്യമായിട്ട് വായിക്കൂല. അന്തശീതളത ചേന്തോ. പൂർണ്ണചന്ദ്രൻ എങ്ങനെയാണോ ശീതളാമയം, അതേമാതിരി ശീതളമയം, അതുപോലെ നമുക്കും ശീതളത്വം ഉണ്ടാവും. യുവോദേതി വിചാരിണ. വിചാരം ശീലമാക്കിയിട്ടുള്ള ഒരാൾക്ക് ഈ വക ഗുണങ്ങളെല്ലാം ഉണ്ടാവും. ആ ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗുണം എന്താ എന്ന് ചോദിച്ചാൽ സമത്വം. അതാണോ ഭഗവത്ഗീതയും അതാണല്ലോ പറയുന്നത്. സമതയാ മതയാ ഗുണശാലിനാം പുരുഷരാടിഹയ സമലംകൃത തമമലം പ്രണമന്തി നരോത്തമ
അഭിമഹാമുനയോ രഘുനന്ദന. ഈ ഒരു ശ്ലോകം ഞാൻ വളരെ കൊല്ലങ്ങളായി രസിച്ച് ചൊല്ലി മനുഷ്യരെ കേൾപ്പിക്കുന്നതാ. സമതയാ മതയാ ഗുണശാലിനാം പുരുഷരാടിക. ധാരാളം ഗുണങ്ങളുള്ള മനുഷ്യരുണ്ടല്ലോ, അവരുടെ ഇടയിൽ ഈ ഒരു ഗുണം ആരെ അരങ്ങരിക്കുന്നുവോ, സമത സമത സമത്വം എന്ന് പറയുന്നത്, ആ ആൾ അമലം. സമബുദ്ധി ഉള്ളവനാണ് പവിത്രൻ, സമബുദ്ധി ഉള്ളവനാണ് ശുദ്ധൻ. സമബുദ്ധി വരുവോളം നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവില്ല. ഈശ്വരവിശ്വാസത്തെ ലാക്കാക്കി പറയുകയാണെങ്കിൽ, എൻ്റെ ഈശ്വരൻ എല്ലാ ദിക്കിലും ഒരുപോലെ വസിക്കുന്നുണ്ട്, ഒരേറ്റക്കുറച്ചിലുമില്ല, അകത്തും പുറത്തും, നല്ലതിലും ചീത്തയിലും, നന്മയിലും തിന്മയിലും, ലാഭത്തിലും നഷ്ടത്തിലും, പാപത്തിലും പുണ്യത്തിലും, ദുഷ്ടനിലും ശിഷ്ടനിലും, എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്നുണ്ട് എന്നുള്ള സമഭാവം നിങ്ങൾക്ക് വരണം. അങ്ങനെ വന്നാൽ ഉത്തമ മനുഷ്യർ പോലും ആ ആളെ വന്ന് നമസ്കരിക്കുന്നു അത്രേ. മഹാമുനികൾ പോലും, മഹാമുനികൾ തപസ് ചെയ്തു കൂടുന്നുണ്ടാവാം, അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സമദൃഷ്ടി വരുന്നില്ല. നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലാണ്. അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലൗകികമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അവയെ നിറവേറ്റണം, അവയെ തരണം ചെയ്യണം. എന്തുണ്ടെങ്കിലും അതിനുള്ള താക്കോൽ എവിടെയാപ്പാ? അത് ചോദിക്കുമ്പോഴാണ് യോഗവാസിഷ്ഠ രാമായണം ഉത്തുംഗമായ തത്വവിചാരത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇപ്പൊ ഈ ലോകത്തെ കണ്ടിട്ടാണല്ലോ വിഷമമുണ്ടായിരിക്കുന്നത്. ഈ വിഷമത്തിനുള്ള പരിഹാരം ലോകത്തിൽ നിന്ന് വരുമോ, അതോ ലോകത്തിന് നമുക്ക് കാണിച്ചു തരുന്ന മനസ്സിൽ നിന്ന് വരുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ബുദ്ധിമാന്മാരുടെ മുൻപിൽ, വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ പറയാണ്, കേട്ടോളൂ. പൂർവം മനസ്സമുദിതം പരമാത്മതത്വാത്. ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്ന ഒരു ആത്മസത്തയുണ്ടല്ലോ, പരമാത്മ. അതിൽ നിന്ന് ആദ്യമായി ഉയർന്നത്, ഞാനിത് എത്ര തവണ പറയണമപ്പാ നിങ്ങളോട്? ഒരു 10,000 തവണ പറയാൻ എന്തു വേണം? ആദ്യമായി സൃഷ്ടികോശത്തിൽ ഉണ്ടായത് മനസ്സാണ്. നോക്കൂ, പഞ്ചഭൂതങ്ങളിൽ ഭൂമി, വെള്ളം, വായു, അഗ്നി, ഈ 4 ആവരണം ചെയ്ത് നിൽക്കുന്നതാണ് ആകാശം. ആകാശത്തിൻ്റെ അനുപാതം വെച്ച് നോക്കുമ്പോൾ ഈ 4 ഭൂതങ്ങളും കൂട്ടിച്ചേർന്നാൽ എത്രയുണ്ടാവും എന്നറിയാമോ? 0.19 ഇട്ടിട്ടൊരു 1 ഇട്ടാൽ എന്ത് കിട്ടുമോ അത്രയുമാണ് ഈ ഗോളങ്ങളെല്ലാം കൂട്ടിച്ചേർത്താൽ ഉണ്ടാവുക. അപ്പം ഈ ഗോളങ്ങൾ മുഴുവൻ എവിടെ നിന്നുണ്ടായി? ആകാശത്തിൽ നിന്ന്. ആകാശത്തിന് നല്ല ഭാരമോ നിറമോ മണമോ ഖരത്വമോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ആകാശത്തിൽ നിന്നാണ് 4 ഭൂതങ്ങൾ ഉണ്ടായതെങ്കിൽ ആകാശമടക്കമുള്ള പഞ്ചഭൂതങ്ങൾ ഉണ്ടായ സ്ഥലം എങ്ങനത്തതാവും? ആകാശത്തേക്കാൾ സൂക്ഷ്മമാവും. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഉണ്ട്. എവിടെ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ്. ആ മനസ്സിലാണല്ലോ ഈ ലോകം മുഴുവനും പ്രതിഫലിച്ച് കാണുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവെ വസ്തുവായി എപ്പോഴെങ്കിലും കാണുന്നുണ്ടോ? അതോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖേന വസ്തുക്കളുടെ ഒരു പ്രതിച്ഛായ നമ്മുടെ മനസ്സിൽ തന്നെ രൂപപ്പെടുത്തി ആ മനസ്സിൻ്റെ പ്രതിച്ഛായകളെ മാത്രമേ നാം അനുഭവിക്കുന്നുള്ളൂ എന്നതാണോ സത്യം? ഒന്ന് തമ്മിൽ സംസാരിച്ച് ഉറപ്പിക്കണപ്പാ ഈ കാര്യം. നിങ്ങൾ ഒരു ആനയെ കാണുമ്പോൾ ആന എവിടെ നിൽക്കണു? നിങ്ങൾ ഇവിടുന്നാണ് നോക്കുന്നത്. ആന നിങ്ങളുടെ അടുത്ത് വരുന്നില്ല, നിങ്ങൾ ആനയുടെ അടുത്ത് പോകണില്ല. ഒരു പർവ്വതം അത്ര ദൂരം നിൽക്കണു, ഇവിടുന്ന് നോക്കണു. ആ പർവ്വതത്തെ പൂർണ്ണമായ നീളത്തിലും വിസ്താരത്തിലും ഉയരത്തിലും കാണുമ്പോൾ എങ്ങനെ കാണുന്നു? എന്തിനാ നിങ്ങൾ കാണുന്നത്? പർവ്വതത്തെ കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ കാണുന്നത് എന്തിനെ? കണ്ണിൻ്റെ സഹായത്തോടു കൂടി മനസ്സ് പർവ്വതത്തിൻ്റെ ഒരു ഛായ, ഒരു പ്രതിച്ഛായ മനഃകോശത്തിൽ തന്നെ രൂപപ്പെടുത്തി ആ മനഃപ്രതിച്ഛായയെ മാത്രമേ കാണുന്നുള്ളൂ. മനഃപ്രതിച്ഛായയെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം മനസ്സല്ലാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? മനസ്സല്ലാതെ വല്ലതും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിട്ടുള്ളത് മനസ്സിൽ നിന്നാണ്.
തേനാതതം ജഗതിദം സ്വവികൽപ്പജാലൈ. മനസ്സ് തൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എങ്ങനെ വിചാരിക്കുന്നുവോ, സങ്കല്പങ്ങൾ വരുന്നുവോ, അതേമാതിരി മനഃകോശത്തിൽ നിന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഈ സൃഷ്ടി മുഴുവനും ഉണ്ടായിരിക്കുന്നത്. ഈശ്വരൻ സൃഷ്ടിക്കാൻ പുറപ്പെട്ടപ്പോൾ വല്ല വസ്തുവും അടുത്തുണ്ടായിരുന്നോ? ഇല്ല. അദ്ദേഹം ഞാൻ സൃഷ്ടിക്കും എന്നങ്ങോട്ട് പറഞ്ഞു, സൃഷ്ടി അങ്ങോട്ട് തുടങ്ങി. അതിനുള്ള ഉപാദാനം, മെറ്റീരിയൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്ന് വന്നതാണ്. ശൂന്യേന ശൂന്യമിവ തേന യഥാംബരേണ നീലത്വമുല്ലസതി ചാരുതരാഭിധാനം. അതെങ്ങനെ എന്ന് പറഞ്ഞാൽ പട്ടാപ്പകലുമല്ല, അർദ്ധരാത്രിയുമല്ല, അത് രണ്ടുമല്ലാത്ത സമയത്ത് ഈ പ്രത്യേകിച്ചും ശരത്കാലത്തിലുള്ള ആകാശത്തിനെ നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ആ ആകാശത്തിൻ്റെ നീലിമ നല്ല പോലെ മനസ്സിലാവും. എത്ര അഴകായിട്ടുള്ളതാ! അതുപോലെ മനസ്സിൽ നിന്നാണ് ഈ ലോകത്തിനുള്ള നിറങ്ങളും മണങ്ങളും ഗുണങ്ങളും എല്ലാം പുറപ്പെട്ടു വന്നിരിക്കുന്നത്. സങ്കൽപ്പ സംക്ഷയവശാത് ഗലിതേതു ചിത്തേ സംസാരമോഹമിഹിക ഗളിതാ ഭവന്തി ശുദ്ധം വിഭാതി ശരദീവ ഖമാഗതായാം ചിന്മാത്രമേകമജമാദ്യമനന്തമന്തഃ. യോഗവാസിഷ്ഠ രാമായണം ഒരു വിഹക വീക്ഷണം നടത്തി എന്താണത് പറയണത് എന്നൊന്നും മനസ്സിലാവണമെന്ന് ആരോ പറഞ്ഞു. അതിനുള്ള മറുപടിയാ കേട്ടോളൂ. ഇതാണ് യോഗവാസിഷ്ഠ രാമായണം. ഞാൻ ഇന്നത്തോടു കൂടി ഈ തത്വപ്രവചന പരമ്പര നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടത്. അവസാനത്തെ തീരുമാനമാണ് 2 ദിവസം നീട്ടാമെന്ന്. അപ്പം ഞാൻ മുൻപേ മനസ്സിൽ ഇത് പറയാമെന്ന് വിചാരിച്ചതാ. സങ്കൽപ്പ സംക്ഷയവശാത് ഗളിതേതു ചിത്തേ. നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് സർവസങ്കല്പങ്ങളും സർവപ്രതികരണങ്ങളും സർവഭാവനകളും എല്ലാം തന്നെ രൂപപ്പെടുന്നത് മനസ്സിൻ്റെ വിചാരത്തോടും പ്രവർത്തനത്തോടും കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഈ സങ്കല്പം അങ്ങോട്ട് വീണ് പോയി കഴിഞ്ഞാൽ സംസാരമോഹമിഹിക ഗലിതാ ഭവന്തി. ഈ സംസാരം എന്ന് പറയുന്നത് ശുദ്ധാകാശത്തിൽ കാർമേഘങ്ങൾ വന്ന് കൂടുന്നത് പോലെയാണ്. അങ്ങനെ മോഹത്തിൽ നിന്ന് ഉത്പത്തിയായിട്ടുള്ളതായ ഈ സംസാര കലനകൾ മുഴുവനും വിഴും സങ്കല്പം പോയാൽ. ആ സമയത്ത് എന്തു വരും? ശുദ്ധം വിഭാതി ശരദീവ ഖമാഗതായാം ചിന്മാത്രമേകമജമാദ്യമനന്തമന്തഃ. എന്ത് നല്ല വാക്കുകളും പദങ്ങളും ആണെന്നറിയോ? മനസ്സിൽ നിന്നുള്ള വിചാരങ്ങളും ഭാവങ്ങളുമെല്ലാം നീങ്ങിയാൽ ആകാശത്തിൽ മേഘങ്ങൾ നീങ്ങി ശുദ്ധമായ നീലിമ പരക്കുന്നത് മാതിരി നമ്മുടെ ഉള്ളിൽ വിശേഷപ്പെട്ട ചിന്മാത്രം. ഇപ്പം നമ്മുടെ മനസ്സിൽ ചിത്തമാണ് ഉള്ളത്. ചിത്തം എന്ന് പറയുന്നതും ചിത്തം തമ്മിൽ വ്യത്യാസമുണ്ട്. ചിത്തം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കുന്ന ബോധം. അതിൽ ഈ ലോകപ്രതീതികൾ വന്ന് നിറയുമ്പോൾ നമ്മുടെ കാലിൽ നീര് വന്നാൽ തടിക്കില്ലേ? അതേപോലെ ചിത്തമായി തീരുകയാണ്. ആ ചിത്തസ്വഭാവം വിട്ട് അത് ചിന്മാത്രമായി അജമാദ്യമനന്തമന്തഃ. It will start shining in its infinite magnitude and dimension. Now our mind becomes constricted by virtue of thoughts and aspirations, ambitions, crisscross assessments, a number of varietal feelings. അപ്പം മനസ്സിൽ പല വിധത്തിലുള്ള ഇടുക്കങ്ങൾ വന്നിരിക്കുകയാണ്. ആ ഇടുക്കങ്ങളൊക്കെ പോയി ആ മനസ്സ് ശുദ്ധ നിർമ്മലമാവുമ്പോൾ അതിന് അനന്തമായിരിക്കുന്ന ഒരു മാത്ര അനുഭവപ്പെടാൻ നമുക്ക് അനുഭവിക്കുന്നു നമ്മൾ. അതാണ് സംഭവിക്കുന്നത്. ശ്രീരാമനെ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കേട്ടിട്ടാണ് ആ ശ്രീരാമൻ എന്ത് ചെയ്തു? വസിഷ്ഠർക്ക് ഉപദേശം നിർത്തേണ്ടി വന്നു. പിന്നെ കണ്ണു തുറന്ന് ബാഹ്യബോധം വന്നപ്പോഴാണ് ഈ സംവാദം തുടങ്ങിയത്. അപ്പോൾ ഇത് വെറുതെ അല്ല ഈ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ഓരോ അക്ഷരവും നിങ്ങളുടെ മനസ്സിൽ പ്രവേശിച്ചാൽ ആ മനസ്സിൽ ഉണ്ടാവുന്നത് സംശാന്തതയാണ്. ഈ ശ്ലോകങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മനഃപ്രശാന്തതയിലുണ്ട്. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം
സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. നമുക്കൊരു സമാപന ഓങ്കാരം ജപിക്കാം. എല്ലാവരും കണ്ണടച്ച് ലോകം മുഴുവനും വ്യാപിക്കൂ മനസ്സാൽ. ഓ